ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്ക് ഈ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ പെർട്ടിക്കുലർലി നോക്കുന്ന ഒരു പേരുണ്ട്. ഏതാണ്? ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡണാർഡ് ലൈൻ. ഡറൻ ലൈൻ അല്ലെങ്കിൽ ഡണാർഡ് ലൈൻ എന്നൊക്കെ പറയുന്ന ഡണാർഡ് ലൈൻ. സോ ഡണാർഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയും, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വരച്ച ഒരു വരയാണ് ഈ ഡറാൻഡ് ലൈൻ അല്ലെങ്കിൽ ഡണാർഡ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ അത് ഒരു 1893 ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തികൾ നിർണ്ണയിക്കുന്ന ഒരു രേഖയായിട്ടാണ് ഈ ഡറാൻഡ് ലൈൻസ് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഇന്നത്തെ എവിടെയാണ് ഇന്നത്തെ പൊസിഷൻ? ഞാൻ അതിന്റെ ഒരു മാപ്പ് കാണിച്ചു തരാം. അഫ്ഗാനിസ്ഥാനും കറന്റ്ലി പാകിസ്ഥാനും ഇടയിലുള്ള ബോർഡറിനെയാണ് നമ്മൾ ഡറാൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ലൈനിനെ അംഗീകരിച്ചിട്ടില്ല? പാകിസ്ഥാൻ അല്ല, അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? ഇവിടെ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട്. എന്ത് പ്രൊവിൻസ് ആണ്? ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട്. ഇവിടെ പലപ്പോഴും പാകിസ്ഥാന് എഗെയിൻസ്റ്റ് ആയിട്ട് മിലിറ്റന്റ് അറ്റാക്കുകൾ നടക്കുന്ന ഒരു മേജർ പ്രൊവിൻസ് ആണ് ഈ ഡണാർഡ് ലൈൻ സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷനിൽ ഈ ഒരു ലൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മളുടെ താലിബാന്റെ അംഗങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, വി ആർ ഓപ്പൺ ടു ടോക്ക് ആൻഡ് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി. നമ്മൾ പാകിസ്ഥാനുമായിട്ടൊരു ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിക്ക് വാതില് തുറന്നിട്ടിരിക്കുന്ന ആളുകളാണ്. സോ ഈ ഒരു ലൈൻ ഇങ്ങനെയാണ് നമ്മളുടെ ഹിസ്റ്ററിയിൽ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ലൈനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? സർ ക്രീക്ക് ലൈൻ. എവിടെയാണത്? നമ്മളുടെ കച്ച് റീജിയനുമായി ബന്ധപ്പെട്ടിട്ട്, ഗുജറാത്തിലെ കച്ച് റീജിയനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മാർഷി ലാൻഡിനെയാണ് നമ്മൾ സർ ക്രീക്ക് ലൈനുമായിട്ട് ബന്ധപ്പെടുത്തി അടയാളപ്പെടുത്തുന്നത്. ദെൻ സോ ഡർനാർഡ് ലൈനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതൊക്കെ ലൈനുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ബോർഡറുകൾ നമുക്കറിയാം? മക്മോഹൻ ലൈൻ നമുക്കറിയാം. മക്മോഹൻ ലൈൻ എവിടെയാണ്? മക്മോഹൻ ലൈൻ ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ, പെർട്ടിക്കുലർലി ടിബറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ വരച്ചിരിക്കുന്ന രേഖയാണ് ഈ മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ വേറെ ഏതാണ്? റാഡ്ക്ലിഫ് ലൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയും പാകിസ്ഥാനെയും വിഭജിച്ചത്, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനെയും വിഭജിച്ചത് എങ്ങനെയാണ്? നമ്മളുടെ റാഡ്ക്ലിഫ് ലൈൻ വരച്ചുകൊണ്ടാണ്. റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ, ഇന്ത്യയെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ബ്രിട്ടീഷുകാരൻ വരച്ചൊരു വരയിൽ നിന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും രൂപപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ ഈ 4 ഏരിയാസും ഈ 4 ബോർഡേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡ് മാപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുക. സർ ക്രീക്ക് എവിടെയാണ്? ഡറൻ ലൈൻ എവിടെയാണ്? അല്ലെങ്കിൽ ഡണാർഡ് ലൈൻ എവിടെയാണ്? അല്ലെങ്കിൽ ദെൻ നമ്മളുടെ റാഡ്ക്ലിഫ് ലൈൻ എവിടെയാണ്? മക്മോഹൻ ലൈൻ എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഏത് ആർട്ടിക്കിളുകൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ആർട്ടിക്കിൾ വിടാനായിട്ട് പാടില്ല. വെരി 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 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആൻഡ് ദ ബെസ്റ്റ് ആർട്ടിക്കിൾ. സോ നിങ്ങൾ പേപ്പർ എടുത്ത് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കാനായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹിന്ദു ദിനപത്രം എടുത്തിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചേക്കുക. എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്? ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുമോ, അല്ലെങ്കിൽ അവിടെയുള്ള മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എൻവിറോൺമെന്റിനും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ മുന്നേയുള്ള എൻവിറോൺമെന്റൽ കേസ് ലോസിനെ ഇവിടെ എടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എൻവിറോൺമെന്റൽ ലോസിനെ ഇവിടെ എടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിനെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, പ്രധാനമായിട്ടും എൻവിറോൺമെന്റൽ കേസ് ലോസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലുള്ള കേസ് ലോസിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കേസ് ലോസ് ആണ് പറയാറുള്ളത്. 3 അല്ല, ഒരുപാട് എണ്ണങ്ങളുണ്ട്. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്, ഗംഗ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് കേസ് ലോസ് ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ ഓൺ ദ സ്പോട്ടിൽ വരേണ്ട 3 കേസ് ലോസ് ഉണ്ട്. അതില് ഒന്നാണ് നിയംഗാരി ഹിൽസ് കേസ് അല്ലെങ്കിൽ നിയംഗാരി കേസ്, ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ്. 2013 ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിയംഗാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒഡീഷ റീജിയണിലുള്ള ഒരു മലനിരകളെയാണ് നിയംഗാരി ഹിൽസ് എന്ന് പറയപ്പെടുന്നത്. അവിടെ താമസിക്കുന്ന പെർട്ടിക്കുലർ വൾണറബിൾ കമ്മ്യൂണിറ്റീസിൽ പെടുന്ന ആളുകളായിരുന്നു ഡോങ്ഗ്രിയ ഗോണ്ട് ട്രൈബ്സ്. ഓക്കെ, സോ ഗോണ്ടിനെ നിങ്ങൾക്കറിയാം, ഗോണ്ടിന്റെ ഒരു പ്രത്യേക വകഭേദമാണ് ഡോങ്ഗ്രിയ ഗോണ്ട്സ് എന്ന് പറയുന്നത്. അവരെവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? ഈ നിയംഗാരി ഹില്ലുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ബോക്സൈറ്റ് മൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്പനി വരികയാണ്. സോ ഈ കമ്പനി തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അതായത് ഇവിടെ ഞങ്ങൾക്ക് മൈൻ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്തു? കോടതിയെ സമീപിച്ചു. കോടതി പറഞ്ഞു അവിടെ കൾച്ചറലി ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറലി ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന സാധാരണ ആളുകളോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോ മൈനിങ് കോർപ്പറേഷൻ ചോദിച്ചു, അങ്ങനെ ഒരു നിയമം ഉണ്ടോ? കോടതി പറഞ്ഞു അങ്ങനെ ഒരു നിയമമുണ്ട്. 2 നിയമങ്ങൾ ഞാൻ കാണിച്ചു തരാനായിട്ട് പറ്റും. ഒന്ന് പെസ ആക്ട് ആണ്, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്, പെസ ആക്ട് 1994. അതായത് പഞ്ചായത്ത് രാജ് ആക്ട് ഷെഡ്യൂൾഡ് ഏരിയാസിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആക്ട്. രണ്ടാമത്തെ ആക്ട് 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ട്സ് ആണ്. ഏതാണ്? 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ടും ദെൻ പെസ ആക്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതി പറഞ്ഞു നിങ്ങൾ അവിടെ റെഫറൻഡം നടത്തണം. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എക്കോളജിക്കൽ റെഫറൻഡം നടക്കുന്നത് ഈ വേദാന്ത കമ്പനിക്കെതിരായിട്ടുള്ള ഏതാണ്? നമ്മളുടെ നിയംഗാരി ഹിൽസ് കേസുമായി ബന്ധപ്പെട്ടാണ്. ആ കേസ് ഏതാണ്? ഒറീസ മൈനിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റ് 2013 ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് കേസ്. അവിടെ ഗ്രാമസഭ കൂടി, ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ ഗ്രാമസഭ കൂടുകയും ഇങ്ങനെ ഒരു ബോക്സൈറ്റ് മൈനിങ് കമ്പനി ഇവിടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവരൊരു റെഫറൻഡം പാസ്സാക്കുകയും ചെയ്തു. റെഫറൻഡം കോടതിയിലേക്ക് എത്തി. കോടതി ചോദിച്ചു റെഫറൻഡത്തിൽ എന്താണ് ഉത്തരവ് കിട്ടിയത്? കോടതിയോട് പറഞ്ഞു ഇങ്ങനെയാണ് അവർ നടപ്പാക്കണ്ട എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോടതി പറഞ്ഞു അങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ കോടതികൾക്ക് അതിനെതിരെ പറയാനായിട്ട് സാധിക്കില്ല, അവിടെ നടപ്പാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈനിങ് അവിടെ നടപ്പായില്ല. സോ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ നിയംഗാരി കേസ് അല്ലെങ്കിൽ നിയംഗിരി കേസ് ഓർ ദ ഒറീസ മൈനിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റൽ കേസ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കേസ്, നിയംഗിരി ഹിൽസ് കേസ്. ഒഡീഷയിലേക്ക് നേരെ പോവുക. Then the second one is Mohammed Salim versus State of Uttarakhand case. It is in 2017, I think. 2017. Mohammed Salim versus State of Uttarakhand case. ഇത് നമ്മളുടെ ഗംഗാ റീജുവനേഷൻ പ്ലാനുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഗംഗയുടെ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? പ്രകൃതിയുടെ അല്ലെങ്കിൽ ഒരു ട്രീയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? അല്ലെങ്കിൽ ഒരു പുഴയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? അതായത് മനുഷ്യൻ ഒരു സിറ്റിസൺ ആയിട്ട് വരുന്നുണ്ട്, ഒരു പേഴ്സൺ ആയിട്ട് വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ആർട്ടിക്കിൾ 19 ഉണ്ട്, ആർട്ടിക്കിൾ 21 ഉണ്ട്. എന്നാൽ ഒരു പുഴയുടെ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? സെക്കൻഡ് സ്റ്റേജിൽ ഈ ഒരു ഡിസ്കഷൻ വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ആർട്ടിക്കിളിൽ, വായിച്ചിരിക്കുക. എൻവിറോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്, ഞാൻ വരാം അതിലേക്ക്. ഓക്കെ, സോ കോടതിയിൽ ചോദിച്ചൊരു ചോദ്യം, മുഹമ്മദ് സലീം വെഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന കേസിൽ ചോദിച്ചൊരു ചോദ്യം, ഈ ലീഗൽ പൊസിഷൻ എന്താണ്? പെർട്ടിക്കുലർലി ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ലീഗൽ പൊസിഷൻ എന്താണ്? കോടതി പറഞ്ഞു ഗംഗയും യമുനയും പോലുള്ള നദികളെല്ലാം ലിവിങ് എൻറ്റിറ്റീസ് ആണ്, വിച്ച് മീൻസ് they have rights, duties and liabilities. So ലിവിങ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കും. എന്താണ്? ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കുകയാണ്. ആർട്ടിക്കിൾ 21 എന്താ പറയുന്ന? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിപ്രൈവ് എനി പേഴ്സൺസ്. എന്താണ്? എനി സിറ്റിസൺസ് എന്നല്ല. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിപ്രൈവ് എനി പേഴ്സൺസ്. അല്ലെ? പേഴ്സൺസ് എന്ന് പറയുന്നതും ഉണ്ട്, സിറ്റിസൺസ് എന്ന് പറയുന്ന ആർട്ടിക്കിളുകൾ ഉണ്ട്. ആർട്ടിക്കിൾ 15, 16, 19, 29, 30. ഞാനൊരു ക്ലാസ്സിൽ ഇതിനുള്ള ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 14, 15, പിന്നെ 14 അല്ല, 15, 16, 19, 29, 30. ഇതെല്ലാം സിറ്റിസൺസിനെ കുറിച്ച് മാത്രം, സിറ്റിസൺസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഫണ്ടമെന്റൽ റൈറ്റുകളാണ്. എന്നാൽ ബാക്കിയുള്ളതെല്ലാം മേജർലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? പേഴ്സൺസിന് വേണ്ടിയിട്ടാണ്. ആ പേഴ്സണിന്റെ കണക്കിൽ, പേഴ്സൺസ് മീൻസ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണോ? അല്ല, ലീഗൽ എൻറ്റിറ്റീസ് ഉൾപ്പെടും, വേറെ എന്തൊക്കെ ഒരുപാട് എൻറ്റിറ്റീസ് ഉൾപ്പെടും. ഇപ്പൊ ബോഡി കോർപ്പറേറ്റ്സുകൾ ഉൾപ്പെടും. കിഫ്ബി ഒരു സ്റ്റേറ്റ് ആണോ? കിഫ്ബി ഒരു സ്റ്റേറ്റ് ആണ്.
അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ, ലീഗൽ എൻറ്റിറ്റി ഉള്ള എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, സോ എന്തിന് റിവേഴ്സിന്, ഗംഗയ്ക്കും യമുനയ്ക്കും ബ്രഹ്മപുത്ര അടക്കമുള്ള റിവേഴ്സിന് എന്തുണ്ട്, ലീഗൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു കേസ് ലോ ആണ് മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് ഇൻ 2017. ദെൻ നമ്മൾ എൻവിറോൺമെന്റൽ കേസ് ലോസുമായി ബന്ധപ്പെട്ടിട്ട്, ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുകൂടാൻ പാടില്ലാത്ത, ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരാണ് MC മേത്ത. MC മേത്ത ഇസ് ദ ഫസ്റ്റ് എന്താണ് എൻവിറോൺമെന്റൽ ലോയർ എന്ന് വേണമെങ്കിൽ, ഇന്ത്യയിലെ ഫസ്റ്റ് എൻവിറോൺമെന്റൽ ലോയർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് നമ്മളുടെ ഈ MC മേത്ത. സോ MC മേത്ത ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മൾട്ടിപ്പിൾ കേസുകൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1986 മുതൽ ഇപ്പോൾ താജ് ട്രപ്പീസിയം, നിങ്ങൾ എൻവിറോൺമെന്റൽ ആൻഡ് എക്കോളജിയുടെ ചാപ്റ്റേഴ്സ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന പൊല്യൂഷന്റെ കാലഘട്ടങ്ങളിൽ, പൊല്യൂഷന്റെ ചാപ്റ്ററിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് താജ് ട്രപ്പീസിയം. സോ താജ് ട്രപ്പീസിയം ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഒരാളുടെ പേരാണ് ഈ MC മേത്ത കേസ്, അല്ലെങ്കിൽ MC മേത്ത എന്ന് പറയുന്ന എൻവിറോൺമെന്റൽ ലോയർ. ഓക്കെ, സോ 3 കേസ് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതാണ്? നിയമകാരി കേസ്, ആൻഡ് മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് കേസ്, ആൻഡ് MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ദെൻ ഈ ഒരു ഡിസ്കഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, എൻവിറോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ്. എന്താണ് ഈ എൻവിറോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ്? നമ്മൾ എൻവിറോൺമെന്റലിന്റെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഈ ഒരു മരം മുറിക്കണമോ വെട്ടണമോ ഇത് തീരുമാനിക്കേണ്ടത് എന്തിന്റെ ബേസിലാണ്? മനുഷ്യനുമായി ബേസ് ചെയ്തുകൊണ്ടാണ്. മനുഷ്യന് ഇത് പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പൊല്യൂഷൻ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മുറിക്കണ്ട. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. പൊല്യൂഷന്റെ കാര്യത്തിലാണെങ്കിലും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ കാര്യത്തിലാണെങ്കിലും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഹ്യൂമൻ സെൻട്രിക് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതാണ് ഒരു ചോദ്യം ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ ചോദിച്ചിരിക്കുന്നത്. ഡസ് ദ ട്രീസ് ഹാവ് ലൈഫ്? ട്രീസ് ഹാസ് ലീഗൽ സ്റ്റാൻഡിങ്? മരങ്ങൾക്ക് ഒരു ലീഗൽ സ്റ്റാൻഡിങ് ഉണ്ടോ? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആര് കൊടുത്തിരിക്കുന്നത്? മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് കേസ്. മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡിൽ എന്താ പറഞ്ഞേ? നമ്മളുടെ യമുനയ്ക്കും ഗംഗയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും എല്ലാം എന്തുണ്ട്? ലീഗൽ സ്റ്റാൻഡിങ് ഉണ്ട്. ദേ ആർ ലിവിങ് എൻറ്റിറ്റീസ്. അവർക്കൊരു കോമൺ സീൽ ഉണ്ടാകണം. അതായത് നമ്മളുടെ കമ്പനീസ് ആക്ടില് ബോഡി കോർപ്പറേറ്റുകളെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്. എങ്ങനെയാണ് ഒരു ബോഡി കോർപ്പറേറ്റ്? അവർക്കൊരു കോമൺ സീൽ ഉണ്ടാവണം, ഒരു സൈൻ ആൻഡ് എന്തുണ്ടായിരിക്കണം, ഒരു സീൽ ഉണ്ടായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് മാറുന്നത്. സോ അതുപോലെ ഒരു ലിവിങ് എൻറ്റിറ്റി ആണ് ആരെന്ന്? ഗംഗയും യമുനയും ബ്രഹ്മപുത്രയും അടക്കമുള്ള നദികളും പുഴകളുമെല്ലാം ഒരു ലിവിങ് എൻറ്റിറ്റീസ് ആണെന്ന് ആര് പറഞ്ഞു? നമ്മളുടെ മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് കേസില് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞു. ഓക്കെ, സോ ആ ഒരു കേസിലോ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെച്ചേക്കുക. ഇന്നത്തെ ഈ ഒരു ന്യൂസ് വായിക്കുക. ഇടക്കിടക്ക് നിങ്ങളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങളൊക്കെ എഴുതുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റുക. എന്താണ്? നമ്മളുടെ എൻവിറോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗസ സബ്മിറ്റ്. ഈജിപ്തില് ഗസ സബ്മിറ്റ് നടക്കുകയാണ്. എന്താണ് ഗസ സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഗസയുടെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അവസാനഘട്ട പരിപാടികളെല്ലാം എവിടെ നടക്കുകയാണ്? ഷർം ഇ ഷെയ്ഖിൽ വെച്ച് നടക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയലും ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫസ്റ്റിനെ ട്രംപിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ട്രംപ് എന്താകരുത്? ട്രംപ് ഒരു മീഡിയേറ്റർ, ഒരു ബെസ്റ്റ് മീഡിയേറ്റർ ആകണം, അല്ലാണ്ട് ഒരാളുടെ കൂടെ നിൽക്കുന്ന ഒരാളാകരുത് എന്നാണ് ഫസ്റ്റ് എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇവിടെ ഈ കഥകളെല്ലാം നിങ്ങൾക്കറിയാം. എനിക്ക് ഇവിടെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്.
ഇതിന്റെ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പകരം എനിക്ക് നിങ്ങളിവിടെ ഒരു എന്താണ് ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തണം. എന്താണത്? ഷെറം ഇ ഷെയ്ഖ് ആണ്. ഷെറം ഇ ഷെയ്ഖ്. സോ ഷെറം ഇ ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഈജിപ്തിന്റെ സീനായ് പെനിൻസുലയുടെ ഏറ്റവും ടിപ്പിൽ കിടക്കുന്ന ഒരു പൊസിഷനാണ്. കാണാൻ പറ്റുന്നുണ്ടോ? മൗസ് നിങ്ങൾ നോക്കിയേ. ഞാൻ എനിക്കതിൽ മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ സീനായ് പെനിൻസുലയുടെ ഏറ്റവും ടിപ്പിൽ കിടക്കുന്ന ഒരു പൊസിഷനാണ് ഷെറം ഇ ഷെയ്ഖ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു എന്താണ്, കോസ്റ്റൽ സിറ്റിയാണ്. നമ്മുടെ കൊച്ചി തുറമുഖമൊക്കെ പോലെ, അല്ലെങ്കിൽ കൊച്ചി സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു കോസ്റ്റൽ സിറ്റിയാണ് എന്ത്, ഷെറം ഇ ഷെയ്ഖ്. ഏത് കൺട്രിയുടെ ഭാഗമാണ്? ഈജിപ്തിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ഇതിനു മുൻപ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഈജിപ്തിൽ വെച്ച് നടന്നപ്പോ, ഏതിന്റെ? UNFCCയുടെ, UNFCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 1992 മുതൽ, ആ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല, 1992 മുതൽ തുടങ്ങിയ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ COP26, എനിക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ COP26 നടന്നത് ഈ ഈജിപ്തിലെ ഷെറം ഇ ഷെയ്ഖിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ഈജിപ്തിലെ ഷെറം ഇ ഷെയ്ഖിൽ വെച്ചിട്ടാണ്. സോ അന്ന് ഈ ഒരു ഏരിയ, ഈ ഒരു പ്ലേസ് ഒരുപാട് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് വീണ്ടും ഗസയിലെ സമ്മിറ്റ്, ഗാസ സമ്മിറ്റ് നടക്കുന്നത് എവിടെയാണ്? ഈജിപ്തിലെ ഷെറം ഇ ഷെയ്ഖിൽ വെച്ചിട്ടാണ്. സോ ഇതൊരു, നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കോസ്റ്റൽ, ഒരു ലക്ഷൂറിയസ് കോസ്റ്റൽ സോൺ ആണ്, അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ ആണ്. നമ്മളുടെ ഗോവയൊക്കെ പോലും ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള വലിയ വലിയ ബില്യനേഴ്സ് അവരുടെ അവധിക്കാലം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്ന ഒരു മേജർ കോസ്റ്റൽ ടൗൺ ആണ് ഈ ഷെറം ഇ ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ആ ഒരു പൊസിഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം മാപ്പിൽ. ദെൻ ഇവിടെ വേറൊരു സാധനവും കൂടി ഉണ്ട്. എന്താണ്? ഗൾഫ് ഓഫ് അക്കാബ. ഏതാണ്? ഗൾഫ് ഓഫ് അക്കാബ. സോ ഇത് ഷെറം ഇ ഷെയ്ഖ് ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്ന മറ്റൊരു ചോദ്യമാണ് ഗൾഫ് ഓഫ് അക്കാബ. സോ പ്രിലിംസിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തുകൂടെ? Which of the following countries are sharing borders with the Gulf of Aqaba? Gulf of Aqabയിന് ചുറ്റും ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? സോ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ പകച്ചു പോകരുത്. എന്താണ് ഗൾഫ് ഓഫ് അക്കാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈജിപ്തിന്റെ ഷെറം ഇ ഷെയ്ഖിന്റെ ടിപ്പിലുള്ള, അല്ലെങ്കിൽ ഷെറം ഇ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഗൾഫ് ഓഫ് അക്കാബയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചപ്പോ ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈജിപ്ത് ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, ദെൻ ഇവിടെ ജോർദാൻ ഉണ്ട്, ദെൻ സൗദി അറേബ്യ ഉണ്ട്. സോ ആ ഒരു മൈൻഡ് മാപ്പിലേക്ക് നമ്മൾ എന്താണ്, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേൽ തുടങ്ങി ഇറാൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡ് മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ സൈഡിൽ ഒരു സ്ട്രിപ്പ് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു വാട്ടർ മാർക്ക് കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ഗൾഫ് ഓഫ് അക്കാബ. ഓക്കെ ആണോ? ഗൾഫ് ഓഫ് അക്കാബ എന്താണെന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ഗാസ സമ്മിറ്റ് എവിടെയാണ് നടക്കുന്നത്? ഷെറം ഇ ഷെയ്ഖിലാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാലോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട്, ശബരിമലയിലെ എന്താണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം കളവ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ ന്യൂസിന്റെ ഒരു പൊളിറ്റിക്സിലേക്കൊന്നും അല്ല നമ്മൾ പോകാൻ പോകുന്നത്. പകരം ഒരു ഗോഡിന്റെ ലീഗൽ പൊസിഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ന്യൂസിലെ ഓപ്പൺ എഡിറ്റോറിയൽ എന്ത് പറഞ്ഞു? നമ്മൾ എൻവിറോൺമെന്റിന്റെ ഒരു ലീഗൽ പൊസിഷൻ, യമുനയുടെ ഒരു ലീഗൽ പൊസിഷൻ, ഗംഗയുടെ ഒരു ലീഗൽ പൊസിഷൻ നമ്മൾ നോക്കി. എന്നാൽ ദൈവത്തിന്റെ ലീഗൽ പൊസിഷൻ എന്താണ് ഇന്ത്യയിൽ? ദൈവം ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണോ ഇന്ത്യയിൽ? അല്ലെങ്കിൽ ഒരു ദൈവത്തിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് ഇന്ത്യൻ നിയമത്തിന്റെ അനുസൃതമായിട്ട്? ദൈവത്തിന് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ വെറും ഒരു എൻറ്റിറ്റി മാത്രമാണോ? ദൈവത്തിന് അവകാശങ്ങളുണ്ട്. ദൈവം ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെയായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് കണക്കാക്കിയിരിക്കുന്നത്. സോ
ഇറ്റ്സ് എ ബോഡി കോപ്പറേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. 1925 മുതൽ ഡിഫറൻറ്റ് കേസ് ലോസിലായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ഗോഡ് അല്ലെങ്കിൽ ഡയറ്റി. ഗോഡും ഡയറ്റിയും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവം പല രൂപങ്ങളിലാകാം, എന്നാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവത്തെയാണ് നമ്മൾ ഡയറ്റി എന്ന് വിളിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കാറ്റിനെ ആരാധിക്കാം, കാറ്റിനെ ഒരു ദൈവമായിട്ട് കാണാം, അല്ലെ? ദെൻ സൂര്യനെ ഒരു ദൈവമായിട്ട് കാണാം. എന്നാൽ ഈ ദൈവത്തെ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചു കഴിയുമ്പോഴാണ് അത് ഡയറ്റി ആയിട്ട് മാറുന്നത്. പ്രതിഷ്ഠിക്കുക, അതിനെയാണ് ഡയറ്റി ആയിട്ട് മാറുന്നത്. സോ ഈ ഡയറ്റിക്ക് പെർട്ടിക്കുലർലി എന്തുണ്ട്? ലീഗൽ പൊസിഷൻസ് ഉണ്ട്. 1925 മുതൽ ഡിഫറൻറ്റ് കേസ് ലോസിലായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ഡയറ്റിക്ക് ഒരു ലീഗൽ പൊസിഷൻ ഉണ്ട്. ലീഗൽ പൊസിഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ 21 പ്രാബല്യത്തിൽ വരും, ഫണ്ടമെന്റൽ റൈറ്റ് വരും. അങ്ങനെ ഒരു ലീഗൽ പൊസിഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ആർട്ടിക്കിൾ 14 വാലിഡേറ്റ് ആകുന്നത്. സോ ഡയറ്റികളെല്ലാം ഇന്ത്യയിൽ ലീഗൽ പൊസിഷൻ ഉള്ള ഒരാളാണ്. നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് എന്തുണ്ട്? ലീഗൽ പൊസിഷൻ ഉണ്ട്, ലീഗൽ എൻറ്റിറ്റി ആണ്. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എന്ത് പോയത്? നമ്മളുടെ കേരള ഹൈക്കോടതിയിലേക്ക് പെറ്റീഷൻ പോയത്, അവിടെ നിയമ നടപടികൾ നടക്കുന്നത്. അതുപോലെ നമ്മളുടെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പനാരാണ്? ലീഗൽ ഡയറ്റിയാണ്. എന്നാൽ ഇവരുടെ പൊസിഷൻ എന്താണ്? സോ ലീഗൽ ഡയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ എടുത്തു പറയുന്നത് എന്താണ്? ഗോഡ് ഈസ് എ പെർപെക്ച്വൽ മൈനർ. എന്താണ് ഗോഡ് ഈസ് എ പെർപെക്ച്വൽ മൈനർ? അതാണ് നമ്മളുടെ ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിന് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ. ഗോഡ് ഈസ് എ പെർപെക്ച്വൽ മൈനർ. പെർപെക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർപെക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അനന്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനെയാണ് പെർപെക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് തന്നെ ആയിക്കൊണ്ടിരിക്കും. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടി, 18 വയസ്സിൽ താഴെയുള്ള ഒരാളാണ്. സോ ദൈവം ഒരു പെർപെക്ച്വൽ മൈനർ ആണെന്നാണ് ഇന്ത്യൻ കോടതികൾ, ഇന്ത്യൻ നിയമ സംഹിതകൾ പറയുന്നത്. ഓക്കെ, സോ പെർപെക്ച്വൽ മൈനർ എന്ന് പറയുമ്പോൾ ഒരു മൈനറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരിലേക്ക് വരും? സ്റ്റേറ്റുകളിലേക്ക് വരും. സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഗോഡിന്റെ ഡയറ്റിയുടെ ലീഗൽ പൊസിഷൻ പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കാം. ദെൻ ഗോഡ് ഈസ് എ പെർപെക്ച്വൽ മൈനർ ആണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നത്തെ ഡിസ്കഷൻ വരുന്നത്.